ഹലോ കൂട്ടുകാരെ, കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പോത്സവമായ വയനാട് അമ്പലവയലിൽ പൂപ്പൊലി തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു പൂപ്പൊലി കാണാനായിട്ട്. ഈ വർഷം മുൻ വർഷത്തേക്കാൾ ഗംഭീരമായ കാഴ്ചകളാണ് നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. 13 ഏക്കറിലായി നടക്കുന്ന പുഷ്പമേള 7 ദിവസം പിന്നിടുമ്പോൾ തന്നെ 1,00,000-ലധികം സന്ദർശകർ കാണികളായി എത്തിയിട്ടുണ്ട്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന വർണ്ണ പുഷ്പങ്ങളും അലങ്കാര സസ്യങ്ങളും വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചയാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ പൂപ്പൊലി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ്. വൈകുന്നേരങ്ങളിൽ കാണികൾക്കായി ദീപാലങ്കാരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. മുതിർന്നവർക്കായി 70 രൂപയും കുട്ടികൾക്ക് 35 രൂപയുമാണ് ഇവിടെ കയറാനുള്ളത്. മുൻ വർഷങ്ങളിൽ പൂപ്പൊലി ഗ്രൗണ്ടിൽ നമുക്ക് മാസ്ക് ധരിക്കാതെ കയറാനായി കഴിയില്ലായിരുന്നു, അത്രമാത്രം പൊടിയായിരുന്നു. പക്ഷെ ഈ വർഷം നടപ്പാതകളിൽ ഇന്റർലോക്ക് പതിപ്പിച്ചതിനാൽ കുട്ടികളെ കൊണ്ടും മുതിർന്നവർക്കും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. ഈ വർഷത്തെ പൂപ്പൊലിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനായി വ്യത്യസ്ത തരം റൈഡുകളും ചെറിയ കുട്ടികൾക്കായി ഒരു പ്ലേ ഗ്രൗണ്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ പൂപ്പൊലിയിൽ ഞങ്ങൾ കണ്ട മുഴുവൻ കാഴ്ചകളും ഞങ്ങൾ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ട് നിങ്ങൾ പൂപ്പൊലി കണ്ടവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണാത്തവർ ഈ പൂപ്പൊലി ഒന്ന് പോയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്.